എഴുതി കഴിഞ്ഞോ? ഇപ്പൊ എന്താ ഇവിടെ സംഭവിച്ചേ? ഇങ്ങനെ കിടന്ന് ഓടല്ലേ? എന്തിനാ ഇങ്ങനെ കിടന്നോടുന്നേ? ആരാ? നീ പേടിക്കണ്ടടാ, നീ തന്നെയാണ് ഞാൻ. എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇനിയൊരു പ്രേതോ ഭൂതമല്ലോ ആണോ? അങ്ങനെയാണ് നിന്റെ രൂപം എങ്ങനെയാടാ എനിക്ക് വരുന്നേ? നിന്റെ ഉള്ളിലെ നീയാടാ ഞാൻ. നീ എന്തൊക്കെയോ പറയുന്നു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം, അതൊക്കെ നിന്റെ ഇഷ്ടം. പക്ഷെ ആദ്യം നീ മുമ്പോട്ടൊന്നും ഇവിടെ ഇരി. ഞാനിപ്പോ ഇവിടെ വരാൻ കാരണം തന്നെ നീയാ. ഞാനോ? ഞാൻ എന്ത് ചെയ്തു? അല്ലേ തന്നെ നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എടാ, നീ ഇങ്ങനെ സ്വന്തമായിട്ട് കുറ്റബോധം മനസ്സിൽ വെച്ചിങ്ങനെ ഇരിക്കല്ലേ. അതല്ലല്ലോ ഞാൻ പറഞ്ഞേ. നീ എന്താ പറയുന്നത് എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശരി, നീ ഒരു കാര്യം ചെയ്. നീ നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഒന്ന് വിചാരിച്ചാ യാതവയും പ്രേതം വല്ലതും ആണോ എന്നല്ലേ നീ ചിന്തിച്ചേ? എടാ, ഞാൻ പ്രേതമൊന്നും അല്ലടാ. നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവാത്തേ? അപ്പൊ നീ എന്താ വന്നേ? എടാ, എന്നോ നടന്ന ഒരു ചെറിയ അബദ്ധത്തിന്റെ പേരിൽ പറ്റിയ ഒരു ചെറിയൊരു തെറ്റിന് നീ സ്വന്തമായിട്ട് പഴയം ചുമത്തി ഇങ്ങനെ ആരോടെയും സംസാരിക്കാതെ പറയാതെ ഒറ്റപ്പെടൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നിന്റെ ഉള്ളിൽ കിടന്നത് എനിക്കത് അനുഭവിക്കാൻ താല്പര്യമില്ല. എനിക്ക് സംസാരിക്കാൻ ആരും ഇല്ലാത്തൊരു ഫീൽ എനിക്ക് വരും. എങ്കിലും എനിക്കാരോടും സംസാരിക്കാനും ഒരു കോൺഫിഡൻസ് വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഇനി നിനക്ക് സംസാരിക്കാൻ ആരും ഇല്ല എന്നൊരു തോന്നലുണ്ടാവുകയോ അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും സങ്കടം വരികയോ അതുമല്ല നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയോ ചെയ്യണമെങ്കിൽ അപ്പൊ ഞാൻ എത്തും.